തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഓർമ്മ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഓർമ്മ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജനപ്രതിനിധികളായ ടി കെ അഷ്റഫ്, ഷെയ്നി മാത്യു, റഹീന റഫീഫ്, കെ എ മനാഫ്, പ്രവിത വിജയകുമാർ പൈ, ഷീജ നവാസ്, സുഹാന സുബൈർ, കവിത ഹരികുമാർ, ഫൗസിയ സജീർ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പരിപാടി കെ ജെ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 9 നമ്മുടെ നഗരസഭ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പകുതി ഡിവിഷനുകളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് 1 മുതൽ 8 വരെയുള്ള ഡിവിഷനുകളിൽ വിജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ഒരു സ്വീകരണമാണ് ഓർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുതിയതായി വന്ന കൗൺസിലർമാർക്ക് സ്വീകരണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനി 5 വർഷക്കാലം ഇവരാണ് ഈ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ നഗരസഭാ കൗൺസിലർമാരെന്ന് പറയുന്നത് ജനങ്ങളോട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് കൗൺസിലർമാരിലേക്കാണ്. ഓർമ്മ സെക്രട്ടറി MM ബഷീർ സ്വാഗതം പറഞ്ഞു. ഓർമ്മ പ്രസിഡന്റ് M മജീദ് അധ്യക്ഷത വഹിച്ചു. അവാർഡ് സമർപ്പണം റസീം ഉസ്മാൻ നിർവഹിച്ചു. ടി കെ അഷ്റഫ്, കെ എ മനാഫ്, കവിത ഹരികുമാർ, ഷീജ നവാസ്, ഫൗസിയ സജീർ, സുഹാന സുബൈർ, പ്രവിത വിജയകുമാർ, റഹീന റഫീഖ്, MES കൊച്ചി താലൂക്ക് പ്രസിഡന്റ് കെ എം ഹസൻ, AM ഗ്രൂപ്പ് ചെയർമാൻ AM നൌഷാദ്, 100 നമ്പർ സൊസൈറ്റി പ്രസിഡന്റ് കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നമ്മളെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള കൗൺസിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ ഒരുപാട് പോരായ്മകളും ഒരുപാട് ആവശ്യങ്ങളല്ല, നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾ കാലക്രമേണ കുറഞ്ഞു വരുന്നു. പുതിയതായിട്ടൊന്നും കൊച്ചിക്കില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന പ്രകാരം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാര പരിധിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ജനപ്രതിനിധികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് ലക്ഷ്യം കിടപ്പ് രോഗികൾക്ക് വേണ്ട എല്ലാ സാമഗ്രികളും സൗജന്യമായി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ 11 വർഷക്കാലവും നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിലെ അംഗങ്ങൾ തന്നെയാണ് പരമാവധി ഫണ്ടിട്ട് ചെയ്യുന്നത്. നമ്മളോട് ചില സുഹൃത്തുക്കളും നമ്മളോട് കൂടിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓരോ വർഷവും 3-4 ലക്ഷം രൂപയുടെ സാമഗ്രികൾ വാങ്ങിച്ച് ഞങ്ങളുടെ സൗജന്യമായി കൊടുക്കാറുണ്ട്. കാരണം ചില സാധനങ്ങളെല്ലാം മിക്ക സാധനങ്ങളും 6 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഓർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മളെ മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ എല്ലാ കാര്യത്തിലും മാനസിക പരിഗണന നൽകിക്കൊണ്ടുള്ള എല്ലാ കാര്യത്തിലും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യവും ആശംസകളും ഈ അവസരത്തിൽ തരികയാണ്. ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ച് കൗൺസിലർമാർക്ക് ഉള്ള സ്വീകരണം ഏർപ്പെടുത്തിയ ചാരിറ്റബിൾ ട്രസ്റ്റിനും എല്ലാവിധ പിന്തുണ അർപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ 1-2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.